മകരസംക്രമ മുഹൂർത്തത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാത്തുന്ന തിരുഭാരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ അശൂലമുണ്ടായത് കാരണം പുത്തൻമേടയുടെ തിരുമുറ്റത്തു നിന്നുമാകും ഇത്തവണ പുറപ്പെടുക. ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുന്ന 13-ാം തീയതി രാവിലെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ പഞ്ചപുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തും. തുടർന്ന് പുത്തൻമേട സ്ഥലശുദ്ധി വരുത്തിയ ശേഷം തിരുമുറ്റത്ത് പ്രത്യേകം ഒരുക്കിയ പന്തലിൽ തിരുവാഭരണ പേടകങ്ങൾ വയ്ക്കും. ഇവിടെ പേടകങ്ങൾ തുറന്ന് ദർശനമുണ്ടായിരിക്കില്ല. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള വിശേഷാൽ പൂജകൾ കൈപ്പുഴ ശിവക്ഷേത്രത്തിൽ നടക്കും. ഇപ്രാവശ്യം നമ്മുടെ കുടുംബത്തിലൊരു മരണമുണ്ടായി. ആ മരണമുണ്ടായപ്പോൾ ക്ഷേത്രം 12 ദിവസത്തേക്ക് അടച്ചിടേണ്ടതുണ്ട്. അപ്പോൾ ക്ഷേത്രം 12 ദിവസത്തേക്ക് അടച്ചിട്ടു എങ്കിലും തിരുവാഭരണം കൊണ്ടുപോകുന്നതിനൊന്നും യാതൊരു വ്യത്യാസവും വരുത്താതെ എല്ലാം വേണ്ട രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവാഭരണം എഴുന്നള്ളത്ത് ദർശനത്തിനായി പേടകങ്ങൾ തുറന്നുവെക്കൽ, വലിയ രാജാവിൻ്റെയും രാജപ്രതിനിധിയുടെയും എഴുന്നള്ളത്ത്, ഘോഷയാത്രാ സംഘത്തെ ഭസ്മം നൽകി അനുഗ്രഹിക്കൽ, ഉടവാൾ കൈമാറ്റം, നീരാഞ്ജനമൊഴിയൽ തുടങ്ങിയ പരമ്പരാഗത ചടങ്ങുകൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിന് കൈമാറിയ ശേഷം പതിവനുസരിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് ഘോഷയാത്ര പന്തളം താരയിലൂടെ സന്നിധാനത്തേക്ക് പുറപ്പെടും. രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കില്ല. മണികണ്ഠലാൽത്തറ, കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വഴി കുളനട ക്ഷേത്രത്തിലെത്തിയ ശേഷം തിരുവാഭരണങ്ങൾ ദർശനത്തിന് വയ്ക്കും. ഇവിടെ കൂടുതൽ സമയം തിരുവാഭരണങ്ങൾ ദർശനത്തിന് വയ്ക്കുന്നതാണ്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ യാത്ര തുടരുന്ന ഘോഷയാത്ര കാടും മേടും താണ്ടി മകരസംക്രമ സന്ധ്യയിൽ സന്നിധാനത്ത് എത്തിച്ചേരും. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.